കേരള കർണാടക വനാതിർത്തിയോട് ചേർന്ന് രാജഗിരി ഉന്നതിയിൽ സ്ഥാപിച്ച സോളാർ വൈദ്യുതിവേലി തകർക്കാൻ സാമൂഹ്യ വിരുദ്ധർ ആസൂത്രിതമായി ശ്രമിച്ചെന്ന പരാതിയുമായി രാജഗിരി ഉന്നതി ജനകീയ കൂട്ടായ്മ ചെറുപുഴ പോലീസിനെ സമീപിച്ചു. കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്ന് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്തിന്റെയും കേരള വനംവകുപ്പിന്റെയും സഹകരണത്തോടെ തലക്കാവേരി വന്യജീവി സംരക്ഷണ കേന്ദ്രത്തോട് ചേർന്ന് 900 മീറ്റർ നീളത്തിൽ സോളാർ വേലി നാട്ടുകാരുടെ ധനസഹായത്തോടെ പുനർനിർമ്മിച്ചിരുന്നു. ഈ വേലി നശിപ്പിക്കുന്നതിനായി കമ്പികൾ തമ്മിൽ കൂട്ടിക്കെട്ടുകയും ഇരുമ്പ് തൂണുകൾ പിഴുതു നശിപ്പിക്കുകയും ചെയ്തതായാണ് പരാതി. സംഭവത്തിൽ ഏകദേശം 2000 രൂപയുടെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് നാശനഷ്ടമുണ്ടായതായി രാജഗിരി ഉന്നതി ജനകീയ കൂട്ടായ്മ ചെയർമാൻ ജിജോ ജോയ് പുത്തൻപുരയും കൺവീനർ ഡെയ്സൺ മൈക്കിളും നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു. സോളാർ വേലി പുനർനിർമ്മിച്ചതിന് ശേഷം കാട്ടാനകളുടെ കൃഷിയിടങ്ങളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും തടയാൻ കഴിഞ്ഞതോടെ പ്രദേശത്തെ കർഷകർ റബ്ബർ ടാപ്പിങ്ങും മറ്റ് കൃഷിപ്രവർത്തനങ്ങളും പുനരാരംഭിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അതിർത്തിയിൽ വീണ്ടും കാട്ടാനകളുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വേലി നശിപ്പിക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തിയത്. സംഭവത്തെ തുടർന്ന് പുലർച്ചെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന കർഷകർ വീണ്ടും ഭീതിയിലായിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന തരത്തിൽ സോളാർ വേലി നശിപ്പിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് രാജഗിരി ഉന്നതി ജനകീയ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ